മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ബേസിക്കലി ഫസ്റ്റ് തിങ് നമ്മൾ അവരോട് ഒരു ഹിസ്റ്ററി ചോദിച്ചിട്ട് മനസ്സിലാക്കുകയാണ് അവർക്ക് അവരുടെ സെക്സ് ലൈഫ് എങ്ങനെയാണ്, അവർക്ക് ബന്ധപ്പെടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. പിന്നെ അവർക്ക് സെമൻ അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതിൽ അവരുടെ ബീജത്തിൻ്റെ കൗണ്ട് എങ്ങനെയാണ്, മോട്ടിലിറ്റി എങ്ങനെയാണ്, മോർഫോളജി എങ്ങനെയാണ്, ഇതെല്ലാം നോക്കും. സപ്പോസ് അതെല്ലാം നോർമലാണ്, അതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അടുത്ത ടെസ്റ്റുകൾ. ഇപ്പോൾ സപ്പോസ് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ ഹോർമോൺ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ സ്കാൻ ചെയ്ത് അവരുടെ വൃഷ്ണത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ടെസ്റ്റിസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കും. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അവർക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ സപ്പോസ് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു ടൈംഡ് ഇൻ്റർകോഴ്സ് ഭാര്യയ്ക്ക് മാത്രമായിരിക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു സെമൻ അനാലിസിസ് നോക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം ഹസ്ബൻഡിൻ്റെ കൗണ്ട് വെച്ചിട്ട്. അപ്പോൾ നോർമൽ കൗണ്ട് എന്ന് വെച്ചാൽ ഒരു 60 to 120 മില്യൺ ആണ് ഒരു 1 ml ഓഫ് സിമെന്റിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 15 മില്യൺ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീയെ പ്രഗ്നന്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഒരു കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഭർത്താവിന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, വൈഫിന് മാത്രം ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. പക്ഷേ ഒരു 10 to 15 മില്യൺ ആണ് കൗണ്ട് ഉള്ളതെങ്കിൽ ഭാര്യയ്ക്ക് നമ്മൾ IUI എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. IUI എന്ന് വെച്ചാൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. അതായത് അവരുടെ ഓവുലേഷന്റെ ടൈമിൽ നമ്മൾ അവരുടെ ബീജം വാഷ് ചെയ്ത് ചലനശേഷി കൂടുതലുള്ള ബീജം എടുത്തിട്ട് അവരുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് IUI എന്ന് പറഞ്ഞത്. സോ IUI ചെയ്യണമെങ്കിൽ മിനിമം ഒരു 10 മില്യൺ മോട്ടൈൽ സ്പെർംസ് ഉണ്ടാണ്. സപ്പോസ് 10 മില്യണിൽ താഴെയാണ് അവരുടെ കൗണ്ടിങ്, അതായത് മോട്ടിലിറ്റി കുറവാണെങ്കിൽ അവർക്ക് നമ്മൾ IVF സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻസ്, സെമൻ അനാലിസിസിന് ഇമ്പോർട്ടൻസ് അതാണ്. ഭാര്യയ്ക്ക് ഏത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഹസ്ബൻഡിന്റെ കൗണ്ട് വെച്ചിട്ടാണ്. അതർവൈസ് ഇപ്പോൾ ഹസ്ബൻഡിന്റെ കൗണ്ട് നമുക്ക് ഫുള്ള് കറക്റ്റ് ആക്കിയിട്ട് അത് മാത്രം ട്രീറ്റ്മെന്റ് എടുത്താൽ ഭാര്യ ഗർഭം ധരിക്കണം വളരെ കുറച്ച് സിറ്റുവേഷൻസേ ഉള്ളൂ. പക്ഷേ യൂഷ്വലി നമുക്ക് എപ്പോഴും ട്രീറ്റ്മെന്റ് ഭാര്യയ്ക്കായിരിക്കും. പക്ഷെ അവർക്ക് ഏത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം ഹസ്ബൻഡിന്റെ കൗണ്ട് വെച്ചിട്ടാണ്.